ഒരു രാജ്യത്തിൻ്റെ വളർച്ച കൂടിയിട്ട് ആ രാജ്യത്തിലോട്ട് വരുന്ന പണത്തിൻ്റെ, അതായത് ടാക്സിൻ്റെ ഒരു വിഹിതം ആ രാജ്യത്തിലെ എല്ലാ സിറ്റിസൺസിനും ഫ്രീ ആയിട്ട് അവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? സ്വപ്നമല്ല, നടക്കുന്ന കാര്യമാണ്. ഈ ഓഗസ്റ്റ് 17-ാം തീയതി തായ്വാൻ്റെ പ്രസിഡന്റ് അനൗൺസ് ചെയ്തതാണ് തായ്വാനിലെ എല്ലാ സിറ്റിസൺസിനും, അതായത് ലീഗലായിട്ട് താമസിക്കുന്ന എല്ലാ റെസിഡൻസിനും അവരുടെ അക്കൗണ്ടിലോട്ട് 10,000 തായ്വാനി ഡോളേഴ്സ്, അല്ലെങ്കിൽ അമേരിക്കൻ ഡോളേഴ്സിൽ $314, അല്ലെങ്കിൽ ഇന്ത്യൻ മണിയിൽ ഏകദേശം 30,000 രൂപ എല്ലാ സിറ്റിസൺസിൻ്റെ അക്കൗണ്ടിലോട്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുന്നു. അത് കിട്ടുന്നത് 2027 തുടക്കത്തിലാണ്. ഇതിന് കാരണം തായ്വാനിലുണ്ടായ AI ബൂമാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ AI യൂസ് ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ ChatGPT ആണെങ്കിലും ക്ലൗഡ് ആണെങ്കിലും ജെമിനി ആണെങ്കിലും ഇതിനെല്ലാം വേണ്ടിയുള്ള ചിപ്പുകൾ, അതായത് സെമി കണ്ടക്ടേഴ്സ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണെന്നറിയോ? തായ്വാനാണ്. ലോകത്തിലെ തന്നെ 60% സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാകുന്നത് തായ്വാനാണ്. അപ്പോൾ ഈ കൊല്ലം തായ്വാൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഏകദേശം 11% മേളിലാണ്. ഏകദേശം 39 കൊല്ലത്തിലെ റെക്കോർഡാണ് ഈ കൊല്ലത്തെ വളർച്ച. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ടാക്സുകളും റവന്യൂസിലും നിന്നൊരു പങ്കാണ് തായ്വാൻ ഇപ്പോൾ എല്ലാ സിറ്റിസൺസും കൊടുക്കാൻ പോകുന്നത്. ഏതെങ്കിലും രാജ്യക്കാർ ചെയ്യുന്നതാണ്. നമ്മുടെയൊക്കെ രാജ്യത്ത് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. അതായത് അവരുടെ ഖജനാവിലോട്ട് വരുന്ന പൈസ കൂടുതലായതുകൊണ്ട് ഔത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നു. നടക്കുമോ? ഇനി ഇത് ചെയ്യാൻ കാരണം തായ്വാൻ പ്രസിഡന്റ് പറഞ്ഞത് ഈ AI ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ലാഭം കിട്ടിയാൽ പോരല്ലോ, അല്ലാത്ത ജനങ്ങളും ഉണ്ടല്ലോ അവിടെ. ചിലപ്പം നമ്മുടെ കൃഷിക്കാരായിരിക്കാം, ചിലപ്പോൾ ഒരു മുടി വെട്ടുന്ന ആളായിരിക്കാം, ചിലപ്പോൾ ഒരു പെയിൻ്റ് അടിക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ ഒരു മെക്കാനിക് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, നേഴ്സായിരിക്കും. അപ്പം മറ്റുള്ളവർക്കും ഈ ഒരു AI ഫലമായിട്ട് കിട്ടുന്ന റവന്യൂ നിന്ന് ഒരു പങ്ക് എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പ്രസിഡന്റ് ഇത് ചെയ്യുന്നത്. തായ്വാൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തിന് ഇങ്ങനെ ഒരു ഗുണം കിട്ടിയത് തന്നെ TSMC എന്ന് പറഞ്ഞൊരു കമ്പനി കാരണം. അതായത് തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയും. ഈ ഒരു കമ്പനിയിലാണ് ഏറ്റവും കൂടുതൽ ലാഭം ഈ രാജ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി ഇത് തായ്വാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. തായ്വാൻ 2023 ഇങ്ങനെ ഒരു പേ ഔട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, 2025 കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 2026 അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി തായ്വാൻ മാത്രമാണോ ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അലാസ്കയിൽ ഇഷ്ടംപോലെ പെട്രോളിയം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിവിഡൻഡ് അവിടുത്തെ സിറ്റിസൺസിന് കൊടുക്കാറുണ്ട് അലാസ്ക. ഇനി അതുപോലെ തന്നെ മക്കാവ് എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. അവിടെ ഇഷ്ടംപോലെ കാസിനോസ് ഉണ്ട്. അതിനുമായിട്ട് ഭാഗമായിട്ട് കിട്ടുന്ന ടാക്സുകളും റവന്യൂസും അവിടുത്തെ രാജ്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ സൗത്ത് കൊറിയയും ജപ്പാനും ഇപ്പം ഇങ്ങനൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്.